കേരളത്തിൽ 50% വരുന്ന ഹിന്ദുക്കൾ ഉള്ളത് കണക്കിലെടുക്കണ്ട. കേരള സർക്കാരും കണക്കിലെടുക്കേണ്ട കാര്യം, നിങ്ങൾ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഭൗതികവാദികളുടെയും ഒരു ഗവൺമെൻറ്റാണ്, കണക്കിലെടുക്കണ്ട. പക്ഷേ വേറെ ചില കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. എന്താ കണക്കിലെടുക്കേണ്ടത്? നിളയുടെ തീരം എന്താണ്? ഭാരതപ്പുഴയുടെ തീരം എന്ത് പവിത്രതയുള്ള നാടാണ്. അവിടെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലവും എത്ര പവിത്രമാണ്. അവിടെ മഹാമാഘ യജ്ഞമോ സമ്മേളനമോ കുംഭമേളയോ നടത്താൻ അനുവാദം തരില്ല, കൊടുക്കില്ല എന്ന് പറയുന്നതും അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്തുന്നതും എന്ത് ന്യായമാണ്? മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇന്നിപ്പോൾ മുസ്ലിം ഡോമിനേഷനുണ്ട്, മുസ്ലിങ്ങൾക്കൊരു ജില്ലയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ചരിത്രം അങ്ങനെ പറഞ്ഞാൽ വളഞ്ഞൊടിഞ്ഞാൽ പോയാൽ പറ്റത്തില്ലല്ലോ. രാമാനുജൻ എഴുത്തച്ഛൻ്റെയും ഉളപ്പമണ്ണയുടെയും ചാക്യാർകൂത്തിൻ്റെയും ഓട്ടംതുള്ളലിൻ്റെയും ഒക്കെ നാടല്ലേ അത്? അവിടെയുള്ള എത്ര ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പാരമ്പര്യത്തിൻ്റെ എത്ര ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. അവിടെ തിരുനാവായ മണൽപ്പുറത്ത് എത്ര മേളകൾ നടന്നിരുന്നു, എത്ര രാജാക്കന്മാർ ജീവിച്ചിരുന്ന നാടാണത്, എത്ര കുലപതികൾ ജീവിച്ചിരുന്ന നാടാണ്. തൃശ്ശൂനാവായ നാമമുകുന്ദ ക്ഷേത്രമുള്ള സ്ഥലമല്ലേ? ഗരുഡ ക്ഷേത്രവും മലയത്ത് ഹനുമാൻ ക്ഷേത്രവും കാടാമ്പുഴ ദേവീക്ഷേത്രവും തിരുമാങ്കുന്ത് ഭഗവതി ക്ഷേത്രവും തുടങ്ങി വലിയ പാരമ്പര്യമുള്ള ഒരു നാടല്ലേ അത്? ആ പാരമ്പര്യമുള്ള നാട്ടിൽ ഈ വർഷം ജനുവരി 18 മുതൽ ഫെബ്രുവരി ആദ്യം വരെ 3 വരെയാന്ന് തോന്നുന്നു, ആദ്യം വരെ ഒരു കുംഭമേള നടത്താൻ അഖാഡ വിഭാഗക്കാരും ഹിന്ദു സമാജത്തിൻ്റെ സന്യാസിമാരും തീരുമാനിച്ചു. എല്ലാവിധ അനുവാദങ്ങളും നിങ്ങൾ കൊടുത്തു. പേപ്പറിൽ കൊടുത്തില്ല എന്നുള്ളതല്ല, നിങ്ങൾ മൗനാനുവാദമായി എല്ലാം കൊടുത്തു. കളക്ടർ പലവട്ടം ആ കമ്മിറ്റി പോയി കാണുന്നു, കമ്മിറ്റിക്ക് എല്ലാ അനുവാദവും കൊടുക്കുന്നു. അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ഒരു ഊരാക്കുടുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. പളാപ്പെട്ടി ശ്രീഭഗവതി വെൺമാള ക്ഷേത്രമുണ്ട്, അവിടെ ശിവക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും, അവിടെ ഒരു വലിയ ഒരു ഉത്സവങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണത്. അതുപോലെ തന്നെ അവിടുത്തെ ഉളപ്പമണ്ണയുടെയും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പോലുള്ളവരുടെയും ഒക്കെ വലിയ നാടാണ്. വള്ളുവനാട് രാജാക്കന്മാരുടെ നാടാണ്. പിന്നെ അതുപോലെ തന്നെ ചാവർ നന്ദിമാരുടെ നാടാണ്. നമ്പൂതിരി ബ്രാഹ്മണ ഇല്ലങ്ങൾ EMSൻ്റെ മനയുണ്ടായിരുന്ന നാടാണത്. മന്ത്രവാദി താന്ത്രിക പാരമ്പര്യമുള്ള വള്ളുവനാടാണത്. കവികളും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാടാണ്. ഓട്ടംതുള്ളലും ക്ഷേത്രകലകളും വളർത്തിയ ധാരാളം അജ്ഞാത കലാകാരന്മാരുണ്ട്. അവരുടെ നാട്ടിൽ ഒരു മേള നടത്താൻ എന്താണ് ഇത്ര തടസ്സം? ആരാണ് തടസ്സം? ഇവിടെ ഇന്ത്യൻ ഭരണഘടന എല്ലാ ജാതി മത സംഘടനകൾക്കും ഈശ്വരാരാധനയും അല്ലെങ്കിൽ ദൈവാരാധനയും ഒക്കെ അനുവദിച്ചിരിക്കുന്നത്. നാട്ടിൽ എന്താണ് ഒരു തടസ്സം അവിടെ നടത്താൻ? ഇന്നലെ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇത് നടക്കുന്ന അടുത്തുള്ള പുഴയിൽ ഒരു താൽക്കാലികമായ ഒരു പാലം കെട്ടുന്നതായി ബന്ധപ്പെടുത്തി, അങ്ങനെ പാലം കെട്ടരുത് എന്നുള്ള, ഇത് പുഴ കയ്യേറ്റമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണോ വില്ലേജ് ഓഫീസറെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? വില്ലേജ് ഓഫീസർ കൈകാര്യം ചെയ്തതല്ല, മോളിൽ നിന്ന് കളക്ടർ പറഞ്ഞോ? കളക്ടർ കൈകാര്യം ചെയ്തതല്ല, മോളിൽ നിന്ന് റവന്യൂ മന്ത്രിയുടെ ഓഫീസും ആ സംവിധാനങ്ങളൊക്കെ പറഞ്ഞോ? നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഹിന്ദുക്കളെ ഇങ്ങനെ അപജയപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമല്ല ഇവിടെ പ്രധാനം. ഒരു വിഭാഗം ജനങ്ങളെ, ഹിന്ദു എന്നതോ മുസ്ലിം ഉള്ളതോ ക്രിസ്ത്യൻ എന്നുള്ളതോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മഹാഭൂരിപക്ഷം വരുന്നൊരു വിഭാഗം ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങളും ആരാധനകളും അവരുടെ ഇഷ്ടപൂജകളും ഒക്കെ നടത്താൻ ഉള്ള ഒരവസരം എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? നേരത്തെ പറഞ്ഞില്ല, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും തിരുനാവായ നമ്പൂതിരിമാരും വൈദിക മഹാന്മാരും വള്ളുവനാട് താന്ത്രികന്മാരും ഉളപ്പമണ്ണയും തുഞ്ചത്തെഴുത്തച്ഛനും ചാവർ നന്ദികളും വള്ളുവനാട് മൂപ്പന്മാരായിട്ടുള്ള രാജാക്കന്മാരും ഓട്ടംതുള്ളലിൻ്റെ ആളുകളും ചാക്യാർകൂത്തത്തിൻ്റെ കൂത്താട്ടത്തിൻ്റെയും കലയുടെയൊക്കെ ഒരു നാടായിരുന്ന ആ നാടിനെ എത്രയെത്ര മഹാരഥന്മാർ അവിടെ വാണിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ ആ രീതിയിൽ കാണണം. അതിനെ കണ്ടുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ല. എന്തായാലും കുംഭമേള നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ കുംഭമേള ഒരു കർട്ടൻ റൈസറാണ്. 2028 റിയൽ കുംഭമേള നടക്കുന്നത്. ആ കുംഭമേള നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ തോതിലുള്ള ജനലക്ഷങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നതും കാണുന്നതും. അതിനുള്ള സന്നാഹങ്ങളാണ്, യാഗങ്ങൾ, യജ്ഞങ്ങൾ, പല കാര്യങ്ങളും നടക്കും അതിൻ്റെ ഭാഗമായി.
അതെല്ലാം ഹിന്ദു വിശ്വാസവുമായും വേദങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതെന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദു സമൂഹത്തിനുണ്ട്. പക്ഷേ അത് ഒരു ചെറിയ ചെക്കിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു ഒരു 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 കത്തിലൂടെ വില്ലേജ് ഓഫീസർ അത് തടസ്സപ്പെടുത്തിയത് ശരിയായില്ല. ഇന്നലെയൊക്കെ ചാനലുകളൊക്കെ വലിയ വാർത്ത ചെയ്തതാണ്. ഒരു കാരണവശാലും അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകരുത്. ഗവൺമെൻറ് പിന്നോട്ട് തന്നെ പോകണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും, നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ കാര്യമാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്തുകൾക്ക് നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഹിന്ദുക്കൾക്ക് കയറി കുതിര കയറും. ഇനി ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറും. ഇങ്ങനെ അത് പക്ഷേ കുറച്ചേ കയറുള്ളൂ. കൂടുതൽ കയറിയാൽ അവർ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ കയറാൻ പോവില്ല. പക്ഷെ എന്നാലും ചില വാചകങ്ങളിലൂടെയൊക്കെ, അല്ലാതെ നിങ്ങൾ പ്രവൃത്തിയിലൂടെ പോകത്തില്ല. പ്രവൃത്തിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വാചകത്തിലൂടെയൊക്കെ വായിലൂടെയൊക്കെ നിങ്ങൾ വേറെ ചില കാര്യം, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കാറിൽ കയറ്റുന്നതായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സമൂഹത്തെ താഴ്ത്തിക്കാട്ടുക, മറ്റൊരു സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി വേറെ സമൂഹത്തെ താഴ്ത്തിക്കാട്ടുക, ഇങ്ങനെയുള്ള ഗിമ്മിക്ക് പരിപാടികൾ ഒരുപാട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതല്ല കേരളത്തിൻ്റെ പൊളിറ്റിക്സ്, ഇതല്ല കേരളത്തിൻ്റെ വോട്ട് പാറ്റേൺ തീരുമാനിക്കുന്നത്. ശബരിമല പോലും ഒരു പരിധിക്കപ്പുറം വോട്ട് പാറ്റേണിനെ തീരുമാനിക്കുമോ? സാധാരണ ജനങ്ങളൊക്കെ അവർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു വളരെ അത് പ്രതിഷേധിക്കുകയും ചെയ്യും. അതിനകത്തും തർക്കമില്ല. പക്ഷേ അത് വരുമ്പോഴും ഇത് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ എടുക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും മലപ്പുറത്ത് ഈ കാണിച്ചിരിക്കുന്നത് ശുദ്ധമായ ഫോഷ്കത്തരമാണ്. അത് ഹിന്ദുവിനോട് കാണിച്ചാലും മുസ്ലിമിനോട് കാണിച്ചാലും ക്രിസ്ത്യാനികളോട് കാണിച്ചാലും ഞങ്ങൾക്ക് ഒരേ വികാരമാണ്. കാരണം ജനലക്ഷങ്ങൾക്കിടെ ഒരു ആരാധന സമ്പ്രദായത്തിൽ കയറി കൈവയ്ക്കാൻ പാടില്ല. അവർ കലാപമുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവർ സ്ഥിരമായി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓക്കെ ശരി. അവരിതൊക്കെ തിരുനാവായ കടപ്പുറവും തിരുനാവായ പിന്നെ ഈ പാലം കെട്ടുന്ന പുഴയും എല്ലാം അങ്ങ് ഇതോടുകൂടി അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്, ഈ സമിതി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ശരി ഓക്കെ, എന്നാൽ തന്നെ അവർ തിരിച്ചു തരുന്നില്ല. അതേസമയം താൽക്കാലികമായി പന്തൽ കെട്ടേണ്ടി വരും, പാലം കെട്ടേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ച് കോംപ്ലക്സ് കാണിച്ച് ഒരു സമൂഹത്തിൻ്റെ ഒരു സമാജത്തിൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹത്തിൻ്റെയും ആശയം നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനയുണ്ടാവും. അങ്ങനെ ആയിരങ്ങളുടെ പ്രാർത്ഥനയുള്ളത് ശാപമായും പാപമായും വരും. അത് ഭരണകൂടത്തിനും വരും, കുടുംബങ്ങൾക്കും വരും, വ്യക്തികൾക്കും വരും. അങ്ങനെ മഹാഭൂരിപക്ഷത്തിൻ്റെ ശാപവും പാപവും, അവർ പാവങ്ങളായിരിക്കും, അവർ കഷ്ടപ്പെടുന്നവരായിരിക്കും, അവർ ഒരുപക്ഷെ അധികാരത്തിന് മുമ്പേ അവർക്ക് നിൽക്കാൻ പറ്റാത്തവരായിരിക്കും. എന്തായാലും വളരെ കഷ്ടമാണ്. വളരെ ഗതികെട്ട ഒരു വ്യവസ്ഥയിലാണ് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്.